അപ്പോഴേ അപ്പൊ റിയാദിന്റെ മണ്ണില് ലോക്സഭാ ഇലക്ഷന്റെ ഭയങ്കര ചർച്ച നടക്കുകയാണ്. ഇവിടെ നല്ല ബെറ്റ് നടക്കുകയാണ്. അപ്പോ റിയാദിലെ നമ്മുടെ KMCC നേതാവും കൂടിയാണ് ഷംസുഭായ് പറയുന്നത്. ഷംസുഭായ്, നിങ്ങൾ പറയും സീറ്റ് നില എങ്ങനെയാണ്? സീറ്റ് നില എന്തായാലും ഈ പറയുന്ന പോലെ 15ന്റെ മേലേക്ക് എന്തായാലും. എത്ര സീറ്റ് ഇട്ടു UDF-ന്? UDF-ന് 15ന്റെ മേലെ എന്തായാലും സീറ്റ്. എത്ര സീറ്റ് ഇട്ടു? കുറച്ച് പറയാൻ പറ്റും. ഓക്കെ, 2020 തന്നെ ആയിരിക്കും. 2020 വരെ മെത്താം. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നു 12-8 ആയിരിക്കും. 12-8 ആയിരിക്കും. 12 UDF-നും 8 LDF-നും ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 15 LDF-നാ? LDF-ന് കിട്ടും. എത്ര പറഞ്ഞോ? നിങ്ങൾ പറയുന്നില്ല. 2000 വേണ്ടല്ലോ. നിങ്ങളെ പേര് അൽ പൊന്നാനിലത്തെ ആളാണ്. അപ്പൊ 15 സീറ്റ് LDF-ൽ കിട്ടുന്നതാണ് മൂപ്പര് പറയുന്നത്. കിട്ടിയില്ലെങ്കിൽ 2000 കൊടുക്കൂലേ? ഞാനൊരു കാര്യം, 2000 റിയാൽ ഞാനൊരു 500 റിയാൽ നമ്മളൊരു പരിപാടി ഉണ്ട്, പ്രവചന മത്സരം. ഞാൻ നിന്റെ കാര്യം പറയുന്നത്, നിന്റെ പൈസ 500 റിയാൽ മാത്രം. ഈ 2000 വേണ്ട. കാരണം അതെന്റെ കയ്യിൽ നിന്ന് ഞാൻ അപ്പൊ ബെറ്റ് വെച്ചിരിക്കല്ലേ 500 റിയാല് സ്പോൺസർ ചെയ്തിരിക്കുകയാണ് നമ്മളെ ഷംസിക്ക. കിട്ടിക്കഴിഞ്ഞാൽ മൂപ്പര് കിട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് സ്പോൺസർ ചെയ്യും. അപ്പൊ കാദർബായ് ഒരു വ്യക്തിയൊക്കെ രാത്രി പറഞ്ഞു. കാദർബായുടെ സംഭവം എന്റെ ആത്മവിശ്വാസം, എന്റെ ഒരു വിലയിരുത്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണത്തെ ആ ഒരു ട്രെൻഡ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഈ തവണ തീർച്ചയായിട്ടും ഒരു 8 സീറ്റ് LDF-ന് കിട്ടും. ഒരു സംശയമില്ല ആ കാര്യത്തിൽ. 8 സീറ്റിൽ കുറഞ്ഞ ഒരു എക്സ്ക്യൂസ് ഇല്ല. പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ബെറ്റുണ്ട്. എവിടെ എങ്ങനെ ബെറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല. ഇതിൽ നമ്മൾ ആത്മവിശ്വാസം മാത്രമേ ഉള്ളൂ. ആത്മവിശ്വാസം കിട്ടുന്നാണ് പറയുന്നത്. അപ്പൊ ഇനി എല്ലാവരോടും പോയിട്ട് ഒരു ചോദ്യം ചോദിക്കാണ്. വടകരയിൽ ആര് ജയിക്കും? വടകര 1 ലക്ഷം വോട്ടിന് ഭാസ്കരൻ എന്ത് പറയണേ? 2019 UDF ജയിച്ചത് 19, LDF ഒരു സീറ്റ്. ഞങ്ങൾക്ക് നില മെച്ചപ്പെടുത്തലാണ്. മാക്സിമം സീറ്റിൽ നമുക്ക് ജയിക്കാൻ പറ്റും. പക്ഷേ നിങ്ങൾ 19 കിട്ടൂല, നിങ്ങൾക്ക് 20 കിട്ടില്ല. പ്രാവശ്യം നിങ്ങൾക്ക് 19 കിട്ടിയില്ല, നിങ്ങൾ പരാജയമാണല്ലോ. 19 സീറ്റ് LDF-ന് കിട്ടിയ ഒരു സമയം, പൊന്നാനി ഒഴികെ ബാക്കി 19 സീറ്റും കിട്ടിയ ഒരു സമയം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്കൊക്കെ പരാജയപ്പെട്ടു. നിങ്ങൾ 50 വർഷക്കാലം തുടർച്ചയായിട്ട് 500 സംതിങ് MP-മാരായിട്ട് പാർലമെന്റിൽ ഇരുന്ന പാർട്ടിയാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. 19 വർഷക്കാലം തുടർച്ചയായിട്ട് ബംഗാളോ ത്രിപുര ഭരിച്ച പാർട്ടി കാലങ്ങൾ അങ്ങനെയാണല്ലോ. ഉറപ്പാണ്. ഒരിക്കലുമില്ല. വടകരയിൽ ആരേക്കും? 19 സീറ്റില് ഞാൻ പറയേ 19 സീറ്റില് LDF തോറ്റാലും വടകരയിൽ തോൽക്കണ പ്രശ്നം. അതാണ് ആത്മവിശ്വാസം പറഞ്ഞത്. അതാണ് ടീച്ചറുള്ള ആത്മവിശ്വാസം. ഞങ്ങൾ തോറ്റാലും ശരി LDF വടകര 19 സീറ്റ് വിട്ട് കണ്ടാലും വടകര ഷാഫി ജയിച്ചിരിക്കും. വടകരയിലാണ് കേരളം എന്താ പറയാ,
ഇപ്പൊ എനിക്ക് തോന്നുന്നു പാർലമെന്റ് സംസ്ഥാനം കേട്ടപ്പോൾ ടീച്ചർ ഫാനാണെന്ന് മനസ്സിലായി. കാരണം പിണറായി വിരുദ്ധനാണെന്നുള്ള ഒരു കാര്യം എനിക്ക് ആ സംസ്ഥാനത്തിൽ മനസ്സിലായി. കാരണം ടീച്ചർ അവിടെ സംസ്ഥാനം